ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ സ്ഥിരം സലാഡ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കീറ്റോസിസ് തന്നെ ഉണ്ടാവും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. തക്കാളി, ചെറിയൊരു കഷ്ണം സവാള, ഒരു കുക്കുംബർ, ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ടേസ്റ്റിലുള്ള ഇലയും ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പും കുരുമുളകും ഒലിവ് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ടേസ്റ്റ് ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ നമ്മുടെ കയ്യിലുള്ള സീഡ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ചിക്പിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് റെഡ് കിഡ്നി ബീന് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ എല്ലാ ദിവസവും സലാഡിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു രണ്ടും കൊണ്ടൊരു മാക്സിമം 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ ഉപ്പേരിയോ അല്ലെങ്കിൽ ഓംലെറ്റോ ഒക്കെ ആയിരിക്കും കഴിക്കുക. അപ്പോൾ അതിനോട് കൂടെ പിന്നെ രാത്രിക്കാണ് ഈ സലാഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാർബൊന്നും കൂടില്ല. പിന്നെ ഞാനൊരു 4 ഉലുവക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീഡ്സൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു മാക്സിമം 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താ അടുത്തത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളിൽ ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർ സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീഡ്സ് ഇതേപോലെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലാക്സീഡ് ആണെങ്കിലാണ് വറുക്കേണ്ടത് മസ്റ്റായിട്ടുള്ളത്. മറ്റുള്ളത് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചതച്ചരച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സീഡ് സൈക്കിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം എള്ളും സൂര്യകാന്തി വിത്തും മാത്രം എടുത്തത്. അല്ലെങ്കിൽ ഞാൻ മത്തൻ കുരുവും ഫ്ലാക്സീഡുമാണ് ചേർക്കുക. ഫ്ലാക്സീഡ് കൂടുതലും ഇതിൽ ചേർത്തില്ലെങ്കിലും അത് പൊടിച്ച് കഴിക്കുക ചെയ്യുക. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എന്നാലും വറുത്തിട്ട് സലാഡിൽ ചേർത്ത് കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇനിയൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉച്ചക്കൊന്നും നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കാം. പിന്നെ എഗ്ഗ് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി എന്താണ് അത് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഞാൻ ക്യാബേജ് ആയിരിക്കും എടുക്കുക, ചില സമയത്ത് ക്യാപ്സിക്കം ആയിരിക്കും. അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ള ഇലകളൊക്കെ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിച്ചാൽ വയറ് നല്ലൊരു ഫില്ല് തോന്നുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒന്നും സ്നാക്കായിട്ട് അങ്ങനെ കഴിക്കണം എന്നൊന്നും തോന്നുമില്ല. ഇത് തന്നെ നല്ല ഒരു ഫുൾ വയറായിട്ട് വിശപ്പൊക്കെ മാറിയിട്ട് നല്ല ഫില്ലായിട്ട് തോന്നും. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ഇതേപോലെ നിങ്ങളുടെ സീഡ്സും സ്പൈസസൊക്കെ ചേർത്തുകൊണ്ട് സലാഡിനെ ഒന്ന് മൊഞ്ചക്കനാക്കിയിട്ട് കഴിച്ച് നോക്കൂ കേട്ടോ. ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.